ഷാലൂസ് ടേസ്റ്റ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ഒരു 4 മണി പലഹാരം തയ്യാറാക്കി നോക്കിയാലോ ഫ്രണ്ട്സ്. അതിനാവശ്യമായി നമ്മുടെ 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. നമ്മൾ നന്നായിട്ട് വെന്തിരുന്നാൽ ഇതുപോലെ ഉടഞ്ഞു വരത്തുള്ളേ. നന്നായിട്ട് നമുക്കിതെല്ലാം ഉടച്ചെടുക്കാം. നമ്മുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങും സവാളയും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവേ. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ സവാള, നമ്മൾ മുട്ടയ്ക്ക് കരിയത്തില്ലേ കുഞ്ഞു കുഞ്ഞായിട്ട്, അതുപോലെ കുഞ്ഞതായിട്ട് നുറുക്കിയെടുത്ത ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയത് അതും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, നമ്മൾ ഒരു 1/4 കപ്പ് മല്ലിയില ചെറുതായിട്ട് നുറുക്കിയെടുത്തതാണ്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മസാലകൾ ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇല്ലേ, അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മസാലയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഈ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാവേ. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇത് ചേർക്കാനുള്ളതൊക്കെ റെഡിയാക്കാം. ഞാനിതിന് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അടിച്ച് എടുക്കാം. നമ്മൾ കട്ട്ലേറ്റ് എങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതേ രീതിക്ക് തന്നെയാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ല, ആ മിക്സ് എടുത്ത് ഇതുപോലെ ഒരു ബോളാക്കി നമുക്ക് പിടിക്കാം. ഇനി അതിലേക്ക് തന്നെ നമുക്ക് നമ്മളിവിടെ ചീസാണ് വെക്കുന്നത്, മൊസറല്ല ചീസാണ് വെക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണേ. ചീസ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഉരുളക്കിഴങ്ങ് മാത്രം ഇതുപോലെ കട്ട്ലേറ്റ് പോലെ നമുക്ക് ബോളായിട്ട് പിടിച്ചിട്ട് മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് റസ്ക് പൊടിയിൽ മുക്കി ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ പനീറൊക്കെ ഇല്ലേ, അതും ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ചീസിൻ്റെ പകരം പൊടിച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും വയ്ക്കാവേ. ഇനി ഇതുപോലെ നമ്മൾ ബോൾ പിടിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം പിടിക്കാൻ. ചീസ് പുറത്തോട്ടൊന്നും ഈ കൊള്ളാത്ത രീതിക്ക് വേണം നമ്മൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കേണ്ടത്. ചീസൊക്കെ അതിൻ്റെ അകത്ത് തന്നെ നന്നായിട്ട് കൊണ്ടിരിക്കണേ. ഇനി അതിന് ശേഷം നമ്മൾ റസ്ക് പൊടിയില്ലേ, അതിലേക്ക് നമ്മൾ മുക്കിയെടുക്കുന്നുണ്ട്. ഞാനൊരു 4 റസ്ക് പൊടിച്ചെടുത്തതാണേ. ചെറിയ ഒരു തരിതരിപ്പ് കൂടെ വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ. അപ്പോഴേ നമ്മൾ ഈ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല മൊരിഞ്ഞിരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ബോളൊക്കെ നന്നായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ 6 എണ്ണം കിട്ടിയിട്ടുണ്ട് കട്ട്ലേറ്റ്. ഇനി നമുക്കിതൊരു വറുത്തെടുക്കാം. അനാവശ്യമായി നമ്മളിവിടെ ഓയിൽ ചേർത്ത് കൊടുക്കാം വറുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ, കയ്യിലൊന്നും എണ്ണ തെറിക്കാതെ വേണം ചേർക്കാൻ. പിന്നെ നമ്മൾ എല്ലാം ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സ്റ്റൗ ഈ സമയമാകുമ്പോൾ സ്ലോയിൽ വെച്ചിരിക്കണേ, ഒത്തിരി ഹൈയിൽ വെക്കണ്ട, ഇപ്പോൾ കരിഞ്ഞു പോവുകയെ. അകത്തിരിക്കുന്ന ചീസൊക്കെ അപ്പോൾ ചൂട് കൊണ്ട് മെൽറ്റ് ആകത്തില്ല. നമ്മൾ സ്ലോയിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തിരിക്കുന്ന ചീസൊക്കെ നല്ല ചൂട് കൊണ്ട് നല്ല മെൽറ്റായി നമുക്ക് കിട്ടുവേ. പിന്നെ ഓരോ വശം ഇതുപോലെ തന്നെ നമുക്ക് പയ്യെ പയ്യെ ഇളക്കിയിട്ട് കൊടുക്കാം. നല്ല കട്ട്ലേറ്റിൻ്റെ കളർ ആവുന്നവരേക്കും നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം നമ്മുടെ കട്ട്ലേറ്റൊക്കെ റെഡിയാകാറായിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുക്കാം. അതാ ഞാനിത് എടുത്ത സമയത്ത് കണ്ടോ, ആ ചീസ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ബോള് നമ്മൾ സ്പൂൺ വെച്ച് ഇങ്ങനെ എടുത്തില്ല, അത് 2ആയിട്ടൊന്ന് മുറിഞ്ഞു പോയി.
അതാ ആ എണ്ണയിലൊക്കെ ആ ചീസ് അങ്ങനെ ഉരുകി വീണത്. നമ്മൾ എടുക്കുമ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. ബാക്കിയെല്ലാം നമ്മൾ എടുത്ത് ഇതുപോലെ നമുക്ക് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കത് ചീസ് കണ്ടോ നന്നായിട്ട് മെൽറ്റായിരിക്കുന്ന കണ്ടോ. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല വലിഞ്ഞു വരുന്നുണ്ട് കണ്ടോ. ഇതാ മൊസറല്ല ചീസ് ചേർക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ്. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും കൂടെ വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും